ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റി അറ്റ് മെഡ്വേയിലെ യൂണിവേഴ്സിറ്റിയിലാണ്. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, യൂറോപ്പിലെ തന്നെ ലോങ്ങസ്റ്റ് ലൈബ്രറിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ നെഫ്യൂ അക്ഷയ് സുരേഷ് വിൽസൺ പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈബ്രറി ഉണ്ട്. അത് യൂറോപ്പിലെ തന്നെ ലോങ്ങസ്റ്റ് ലൈബ്രറിയുടെ വിഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിപ്പോൾ ലൈബ്രറി കോമ്പൗണ്ടിനകത്താണ്. ഇപ്പോൾ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റിയുടെ പല ഭാഗങ്ങളും അതിൻ്റെ ഹോസ്റ്റൽ ബിൽഡിങ്സ്, അവർ ക്ലാസ് എടുക്കുന്ന ക്ലാസ് റൂംസ് ഒക്കെയാണ്. ഇവിടെ ക്ലാസ് റൂംസ് ഒരു സബ്ജക്റ്റ് കഴിഞ്ഞാൽ, അതായത് ഒരു പീരീഡ്, നമ്മുടെ ഒരു പീരീഡ് അല്ലെങ്കിൽ ഒരു അവർ അത് കഴിഞ്ഞാൽ കുട്ടികൾ ഒരു ബിൽഡിങ്ങിൽ നിന്നും അടുത്ത ബിൽഡിങ്ങിലേക്ക് ഓടിപ്പോണം, അടുത്ത അവറിലേക്ക്. അതായത് പല സെക്ഷനായിട്ട്, പല ഡിപ്പാർട്ട്മെൻറ്റ്, പല സെക്ഷനായിട്ടാണ് ഇവർക്ക് ക്ലാസ് എടുക്കുന്നത്. അല്ലാതെ ഒരു ക്ലാസ്സിൽ തന്നെ അധ്യാപകർ വന്നല്ല പഠിപ്പിക്കുന്നത്. ഓരോ സെക്ഷനിലേക്ക്, ഓരോ ബിൽഡിങ്ങിലേക്ക് ഇവർ പാസ് ഔട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലൈബ്രറിയുടെ വ്യൂസാണ്. ഈ ലൈബ്രറിയുടെ നീളം, ലെങ്ത് എന്ന് പറയുന്നത് 228 മീറ്റർ. അത് വിഡ്ത്ത് 22 മീറ്റർ വിഡ്ത്തുമാണ് കാണുന്നത്. ഇനി ഈ ലൈബ്രറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ പല സെക്ഷൻസ് ഉണ്ട്. ഗ്രൂപ്പ് സ്റ്റഡിക്കുള്ളൊരു സെക്ഷനുണ്ട്. ആ ഏരിയയിലിരുന്നാൽ കുട്ടികൾക്ക് ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യാം. അവിടെ ബഹളം ഇടുന്നതിനോ അല്ലെങ്കിൽ സംസാരിക്കുന്നതിനോ വിഷയമില്ല. എന്നാൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സൈലൻ്റ് ഏരിയ ഉണ്ട്. ആ സൈലൻ്റ് ഏരിയയിൽ അറിയാമല്ലോ, സൈലൻ്റ് ആയിട്ടിരുന്ന് വായിക്കണം. ഇനിയും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അൾട്ടിമേറ്റ് സൈലൻ്റ് ഏരിയ ഉണ്ട്. ഈ എക്സാം സ്റ്റഡി നടത്തുന്നത് അവിടെയാണ്. എക്സാം ടൈമിൽ കുട്ടികൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാനായിട്ട് അൾട്ടിമേറ്റ് സൈലൻ്റ് ഏരിയ എന്ന് പറയും. അവിടെ പിൻ ഡ്രോപ്പിനേക്കാളും സൈലൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് ഇതിനകത്ത്. കംപ്ലൈൻറ്റ് ചെയ്യാം, അവിടെ ഇരുന്ന് ആരെയും വെള്ളം ഉണ്ടാക്കിയ കംപ്ലൈൻറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ അക്ഷയ് പറഞ്ഞതുപോലെ അവിടെ ഇരുന്ന് ബഹളം ഇടുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഇവിടെ വന്നിട്ട് സീറ്റില്ലാതെ ഓടിപ്പോകേണ്ട കാര്യമില്ല. ഇവിടെ ഒരു 100 സീറ്റ് അവൈലബിൾ ആണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് അത് ചെക്ക് ചെയ്യാം, ഇവിടെ സീറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ 67 സീറ്റ്സ് ഓക്യുപ്പൈഡ് ആയി, ബാക്കി 33 അവിടെ ബാക്കിയുണ്ട്. ആ 33-ൽ ഒന്ന് നമുക്ക് ബുക്ക് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വന്നാൽ മതി. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നീട് ചെയ്തിട്ട് നമുക്ക് ഈ ലൈബ്രറിയിലേക്ക് വന്ന് സീറ്റ് അവൈൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ലൈബ്രറിക്കുണ്ട്. ഇനി ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ലൈബ്രറി അറിയപ്പെടുന്നത് ഡ്രിൽ ഹാൾ ലൈബ്രറി എന്നാണ്. കാരണം ഡ്രിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അതായത് ഈ യൂറോപ്പിൽ ഓരോ ബിൽഡിങ്സും അവർ കൺവേർട്ട് ചെയ്തെടുത്തെന്ന് പറഞ്ഞാൽ യുദ്ധസമയത്ത് അവരുപയോഗിച്ചിരുന്ന കെട്ടിടങ്ങളാണിത്. വേൾഡ് വാറിൻ്റെ സമയത്തൊക്കെ അവരുടെ നേവൽ ആർമി ഒക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ബിൽഡിങ്സാണ്. ഭാവിയിൽ ആ യുദ്ധമൊക്കെ തീർന്ന് ഭാവിയിൽ അവർ ജനതയ്ക്ക് വേണ്ടി, അതായത് മക്കൾക്ക് വേണ്ടി അവർ കൺവേർട്ട് ചെയ്ത് ലൈബ്രറി, മ്യൂസിയം അങ്ങനെ ഓരോന്നാക്കി. ഈവൻ കൊട്ടാരങ്ങൾ പോലും ഒരു സ്റ്റഡി ഹാളാക്കി അവർ മാറ്റിയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു 50-100 ഇയേഴ്സൊക്കെ കഴിഞ്ഞ് ഒരു പ്ലാനിങ്ങിലാണ് ഇവർ കെട്ടിടം പണിയുന്നത്. ശരിക്കും പുറമേ ഒന്നും ഡിമോളിഷ് ചെയ്ത് കളയേണ്ട ഒരു കാര്യവുമില്ല. ഉള്ളിൽ ഒന്ന് ഇൻറ്റീരിയർ മാത്രം മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി യൂട്ടിലിറ്റി ആക്കി എടുക്കാൻ സാധിക്കും. അതാണ് ഇവിടെ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഇതൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ് ശരിക്കും. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പിൽക്കിങ്ടൺ ബിൽഡിങ്ങിലാണ്. ഈ ബിൽഡിങ്ങിന് കുറേ പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇവിടെ സ്റ്റുഡൻസിന് പ്രാർത്ഥിക്കാനുള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ക്രിസ്ത്യൻസിനും ഹിന്ദുസ് അല്ലെങ്കിൽ മുസ്ലിംസ് അവർക്ക് നിസ്കരിക്കാൻ ഒക്കെയുള്ള ഫെസിലിറ്റീസ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവരുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത്, ഈ ക്ലാസ്സിലിരുന്ന് പഠിക്കുകയും അത് എക്സാം ടൈം ആകുമ്പോഴേക്ക് ക്ലാസ് കൺവേർട്ട് ചെയ്ത് എക്സാം ഹാളാക്കി മാറ്റും. എക്സാം ഹാളിൽ നമ്മളെ നാട്ടിലെ പോലെ കോപ്പി അടിക്കാനോ ഒന്നും പറ്റില്ല. ഇൻഡിവിജ്വലായിട്ട് സീറ്റ് അറേഞ്ച്മെൻറ്റ് വെച്ച് മറയൊക്കെ ഉണ്ടാക്കി ആണ് അവർ
ഒറ്റയ്ക്ക് തന്നെ സിംഗിളായിട്ട് ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് അവർ എഴുതുന്നത്. പിന്നീട് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ബോറിംഗ് സബ്ജക്റ്റൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ആ ക്ലാസ് കുട്ടികൾക്ക് ബോറിംഗ് ആണെന്ന് തോന്നിയാൽ സാർ ഉടനെ സ്ക്രീനിലൊരു QR കോഡ് ഇടും. QR കോഡ് ഇട്ടിട്ട് അത് സ്കാൻ ചെയ്യാൻ പറയും. ഈ സ്കാൻ ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടുന്നത് ഒരു ഗെയിം ആയിരിക്കും. ഈ ഗെയിം പക്ഷേ ഗെയിം എന്ന് പറഞ്ഞാൽ ഇത് റിലേറ്റഡ് ടു ദ ടോപ്പിക്, അവർ പഠിക്കുന്ന ടോപ്പിക്കോ ആ സബ്ജക്റ്റോ ഒക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു ഗെയിം ആയിരിക്കും വരിക. അപ്പോൾ ആ ഗെയിം കളിച്ചിട്ട് അതിന് ആൻസർ കിട്ടുമല്ലോ, അതിൻ്റെ റിസൾട്ട് വരും. ഈ റിസൾട്ട് അവർ പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എഴുതി കാണിക്കും എത്ര കുട്ടികൾ ആൻസർ ചെയ്തു ഒരേപോലെ. അപ്പോൾ അറിയാമല്ലോ, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി അങ്ങനെ വരും. അപ്പോൾ അത് വന്നിട്ട് ലാസ്റ്റ് സാർ അതിൻ്റെ ഉത്തരം പറയും. അപ്പോൾ ഈ ഉറങ്ങിയ ആളുകളെല്ലാം ആക്റ്റീവ് ആകും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നീട് ട്യൂസ്ഡേയിൽ ഇവരാരും ഉറങ്ങില്ല. ഇവരാരും ഉറങ്ങുമില്ല, ക്ലാസ്സും ആബ്സെൻ്റ് ആവില്ല. കാരണം എന്താണെന്നറിയോ? ഫ്രീ ഫുഡുണ്ട്. ഇവർക്കൊരു വരുമ്പോഴൊരു സ്കാൻ ചെയ്യാനൊരു ഇത് കൊടുക്കും. അത് കഴിയുമ്പോൾ ഒരു കൂപ്പൺ കിട്ടും. ആ കൂപ്പൺ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് അടിക്കാം. ഒരു വട്ടേ ഉള്ളൂ. എന്താണെങ്കിലും അന്ന് ഇവന്മാരാരും ഉറങ്ങില്ല. ഹലോ ഗൈസ്, നമ്മൾ ലക്കിയാണ് കേട്ടോ. കാരണം ഇവിടെ കയറാൻ പറ്റുമോ എന്ന് അറിയില്ലായിരുന്നു. സമ്മർ വെക്കേഷനാണ്, കുട്ടികളില്ല. അതുകൊണ്ട് തന്നെ അതുമല്ല, അക്ഷയുടെ കാർഡ് എക്സ്പയർ ആയി. ഇനി അവൻ നോ മോർ സ്റ്റുഡൻറ്റ്. അപ്പോൾ അവന് കയറാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളിങ്ങനെ വന്ന് ചോദിച്ചപ്പോൾ അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെ കണ്ട് പാവം തോന്നിയിട്ടാണോ എന്നറിയില്ല. പക്ഷേ അല്ല, പഠിക്കാനുള്ള ക്യൂരിയോസിറ്റി ഉള്ളവരാണെന്ന് തോന്നിക്കാണും കേട്ടോ. അത് കാരണം കയറ്റി വിട്ടു. അപ്പോൾ ഈ കാണുന്ന ഇത് ഈ ഒരു ക്യാബിൻ കണ്ടോ, ഇതാണ് ഗ്രൂപ്പ് സ്റ്റഡിയുടെ ക്യാബിൻ. വൺ എമംഗ് ദം. ഇതുവരെ കൗച്ച് അടുപ്പിച്ചിടുന്നു, എന്നിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നു. ബുക്സിൻ്റെ കളക്ഷനാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇതെല്ലാം ഈ ഏരിയ മൊത്തം ഗ്രൂപ്പ് സ്റ്റഡിയുടെ ഏരിയയാണ്. ഈ കൗച്ചിനകത്തിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം ഒന്ന് തീർന്നല്ലോ. ഈ മുകളിൽ കാണുന്ന പ്രിൻ്റർ ഉണ്ടോ, ആ പ്രിൻ്ററിൽ ഫ്രീ ആയിട്ട് കളർ പ്രിൻ്റ് എടുക്കാം. നമ്മൾ നിൽക്കുന്ന റൂം ഡൈനിങ് ഏരിയ ആണ്. കുട്ടികൾ കൊണ്ടുവരുന്ന ഫുഡ് ഇവിടെ മൈക്രോ ഓവൻ ഉണ്ട്. അതിൽ വെച്ച് ഹീറ്റ് ചെയ്തിട്ട് അവർക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ ഈ ചെയർ ഉണ്ടോ, ഗ്ലാസ് ചെയർ ഉണ്ടോ, ഞാൻ ഇരിക്കട്ടെ, പൊട്ടുമോന്നറിയില്ല. പൊട്ടിയില്ല. അപ്പോൾ ഇത് ഗ്ലാസ് അല്ല, ഒരു ഫൈബർ കണക്കുള്ളൊരു ചെയർ. നല്ല രസമുണ്ടെന്നറിയോ? The wheels on the bus go round and round, round and round, round and round. ഇത് ഞാൻ പഠിക്കുന്നതല്ല, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞിനെ പഠിപ്പിക്കുക കേട്ടോ. ഇപ്പോൾ ഒരു ഫാമിലി മെമ്പർ, അതായത് ഒരു കുട്ടിയുള്ള ഒരു സ്റ്റുഡൻറ്റ്, ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു ഫാദറോ ആണ് കുഞ്ഞിനെയും കൊണ്ട് ഈ ലൈബ്രറിയിൽ വരുന്നതെങ്കിൽ കുഞ്ഞിന് കളിക്കാനുള്ള റൂമാണ് ഇത്, പ്ലേ റൂം. കുഞ്ഞിനെ ഇവിടെ ഇരുത്തി കളിപ്പിക്കുകയും ചെയ്യാം, ഈ അമ്മയ്ക്കോ അച്ഛനോ ഇവിടെ ഇരുന്ന് പഠിക്കുകയും ചെയ്യാം. അതിനുള്ള ഫെസിലിറ്റീസാണ് ഇവിടെ. വാവ്, അമേസിങ്. ഈ റൂമാണ്. അവരിപ്പോൾ അത് വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്നതാ, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത്. അത് കുട്ടികൾക്ക് കളർ ചെയ്യാനുള്ളത് ഉണ്ടോ, കളർ പെൻസിൽസ് ഇരിക്കുന്നുണ്ടോ, അവരിവിടെ ഇരുന്ന് കളർ ചെയ്യും. കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പഠിക്കുന്നത് പാഡ് ചേഞ്ച് ചെയ്യാനുള്ള ആ ഫെസിലിറ്റി ഉണ്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക്. അത് പിന്നെ കുറച്ചുകൂടി വളർന്നവരാകുമ്പോൾ കളറിങ് ചെയ്യാനുള്ള സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അവരിവിടെ നിന്ന് കളർ ചെയ്യും. അവർക്ക് പഠിക്കാനുള്ള ടേബിളാണിത്. കുഞ്ഞുങ്ങൾക്കുള്ള ടേബിൾ. വൈപ്സ് ഇരിപ്പുണ്ട്. വൈപ്പ് സാനി സേഫ്, അതായത് കുഞ്ഞുങ്ങളെ ക്ലീൻ ചെയ്യാനുള്ള, പിന്നെ അവർക്ക് തന്നെ ഇരുന്ന് ചെയ്യാനുള്ള കമ്പ്യൂട്ടേഴ്സ്, അവർക്ക് എഴുതി പഠിക്കാനുള്ള വൈറ്റ് ബോർഡ്, ആ ഫെസിലിറ്റീസാണ് ഈ റൂമിൽ നമ്മൾ കണ്ടത്. ഇത് അടച്ചിടക്കുമായിരുന്നു, വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ തുറന്നെടുത്തതാണ് ഗൈസ്. തുറന്നു തന്നതാണ്, നമ്മൾ തന്നെ അടയ്ക്കുന്നു. ക്ലോസ് ദ ഡോർ, ക്ലോസ് ദ ഡോർ. ഇനി ഇത് കീ ഇട്ടാലേ തുറക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ടാപ്പ് ചെയ്താലേ തുറക്കാൻ പറ്റും. ഇവിടെ ഗൈസ് നിങ്ങൾ കാണുന്നത് ഒരു ട്രഷർ ബോക്സ് ആണ് കേട്ടോ. നമ്പേഴ്സ് ഉണ്ടോ, 1 2 3. ഇതിനുള്ളിൽ എന്താണെന്ന് അറിയണ്ടേ? ദേ വന്നു. ലാപ്ടോപ്പ് PC ലോൺസ്, ചൂസ് എ സെയിം ഡേ ഓർ 7 ഡേ ലോൺ. അതായത് ഒരു ദിവസത്തേക്കോ 7 ദിവസം വരെ സ്റ്റുഡൻറ്റിന് ലാപ്ടോപ്പ്, പുത്തൻ ബ്രാൻഡ് ന്യൂ ലാപ്ടോപ്പ്
ലോൺ എടുത്തിട്ട് പോകാം. അതെ, ചാർജർ ഉൾപ്പെടെ വിത്ത് ചാർജർ അവർ കൊണ്ടുപോയി പഠിക്കുകയോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് അല്ലെ അവരുടെ കയ്യിൽ ലാപ്ടോപ്പ് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ പോർ സ്റ്റുഡൻസ് ഇവിടെ തന്നെ കാണും, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്നവർ കാണും. പല രാജ്യക്കാരുണ്ടല്ലോ, അവർക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഗൈസ്, നിങ്ങൾ കാണുന്ന ബോർഡ് കണ്ടോ? ഈ ബുക്സ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല എന്ന് വെച്ചോ നമ്മൾ വരുന്ന സമയത്ത്. അപ്പോൾ നമുക്കിത് റിസർവ് ചെയ്യാം. ഈ ബുക്ക് എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അവർ റിസർവ് ചെയ്ത് വെക്കും. വെച്ചിട്ട് നമ്മളെ അറിയിക്കും ബുക്ക് എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ വയ്ക്കുന്ന സ്ഥലമാണിത്. അത് കഴിഞ്ഞിട്ട് ബുക്ക് റിട്ടേൺ ചെയ്യണ്ടേ? ബുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് ഒരു ലൈബ്രറിയൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കണ്ട, അവിടെ ക്യൂ നിൽക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ഈ കൺവേ ബെൽറ്റിൽ കൂടി പോയി അപ്പുറത്തേക്ക് വന്ന് 4 ബോക്സസ് ഇരിപ്പുണ്ട്. ആ 4 ബോക്സസും സ്പെഷ്യൽ കാറ്റഗറിയാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ ബുക്കിൻ്റെ നമ്പേഴ്സ്. ആ നമ്പേഴ്സ് അനുസരിച്ച് ഏത് ബുക്കാണെന്ന് കാറ്റഗറൈസ് ചെയ്ത് ഓരോ ബോക്സിൽ വീഴും. അതവർ ഈ കാണുന്നത് ക്വയറ്റ് സോണാണ്, സൈലൻറ്റ് സ്റ്റഡി സോൺ. അത് ക്വയറ്റ് സോൺ എന്ന് പറയും. ക്വയറ്റ് സോണിൽ നമുക്ക് ഈ ഒരു ടേബിളിൻ്റെ പുറത്ത് ഈ ഒരു ബോർഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് ആരും സംസാരിക്കില്ല. ഇത്രയും ചെയ്യും. ഒറ്റയ്ക്കോ അല്ലെങ്കിൽ 2ആയിട്ടോ ഇരിക്കാം. വഴക്ക് പറഞ്ഞിട്ട് പോയി. ഹലോ ഗൈസ്, ഇപ്പോൾ അവർ വന്ന് പിടിച്ചു കേട്ടോ നമ്മളെ. കാരണം ഇവിടെ നിന്ന് സംസാരിച്ച് ഒന്നാമത്. 2, ഇവിടെ മെയിൽ അയച്ച് പെർമിഷൻ എടുക്കണം വീഡിയോ എടുക്കണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഓറൽ പെർമിഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം എന്തായാലും. ഓക്കെ, ഇത് ക്വയറ്റ് സോണാണ്, ഇവിടുത്തെ ബോർഡാണ്. ഈ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യാൻ പാടില്ല, ചെയ്യുകയും വേണം. ഇവിടെ നമുക്ക് പതുക്കെ സംസാരിക്കാം ക്വയറ്റ് സോണിൽ. എന്നാൽ അവിടേക്ക് കടക്കുമ്പോൾ പിന്നെ സംസാരമില്ല. അതുകൊണ്ട് ഞാൻ മിണ്ടാൻ പോകുന്നില്ല. ജസ്റ്റ് വീഡിയോസ് ഒള്ളി.